പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ അടുത്തിടെ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന മുന്നറിയിപ്പ്. ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ അമേരിക്കയ്ക്ക് രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറി. എന്നാൽ പുതിയ റിപ്പോർട്ടുകളെക്കുറിച്ച് പ്രതികരിക്കാൻ വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി തയ്യാറായിട്ടില്ല. പശ്ചിമേഷ്യ വീണ്ടും അനിശ്ചിതത്വത്തിന്റെയും യുദ്ധഭീതിയുടെയും കേന്ദ്രബിന്ദുവായി മാറിയിരിക്കുകയാണ്. ഏതാനും ആഴ്ചകൾ മുമ്പ് വരെ ഒരു ഇടക്കാല സമാധാനത്തിന്റെ പ്രതീകമായി വിലയിരുത്തപ്പെട്ടിരുന്ന പാകിസ്ഥാൻ ധാരണാപത്രം ഇപ്പോൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറി. വെടിനിർത്തൽ കരാറിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഉണ്ടായ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും മേഖലയിൽ വീണ്ടും വലിയ സൈനിക ഏറ്റുമുട്ടലിന്റെ സാധ്യത ഉയർത്തിയിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വെറും രാഷ്ട്രീയ പ്രസ്താവനകളിൽ ഒതുങ്ങാതെ നേരിട്ടുള്ള സൈനിക നടപടികളിലേക്ക് കടന്നതോടെ ഗൾഫ് മേഖലയിലും അതീവ ജാഗ്രതയാണ്. ഇപ്പോഴിതാ അതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പുതിയ പദ്ധതികൾ തയ്യാറാക്കുന്നതായി റിപ്പോർട്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ അമേരിക്കയ്ക്ക് രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറിയതായും പറയുന്നു. തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് ശേഷം മടങ്ങാൻ ട്രംപ് തന്റെ പുതിയ വിമാനത്തിന് പകരം പഴയ വിമാനം ഉപയോഗിച്ചതിന് പിന്നാലെയാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വീണ്ടും രൂക്ഷമാകുന്നതിനിടെയാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ട്രംപിനെ വധിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരങ്ങൾ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നതായും പറയുന്നുണ്ട്. എന്നാൽ ഇസ്രായേൽ നൽകിയ മുന്നറിയിപ്പ് തികച്ചും പുതിയതാണെന്നും കൃത്യമായ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അമേരിക്ക റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല, ഈ സാഹചര്യത്തിൽ പുതിയ രഹസ്യാന്വേഷണ വിവരങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക നീക്കങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് ഇസ്രായേൽ പുതിയ വിവരങ്ങൾ കൈമാറിയതും. പുതിയ റിപ്പോർട്ടുകളെക്കുറിച്ച് പ്രതികരിക്കാൻ എന്നാൽ വൈറ്റ് ഹൌസോ ട്രംപോ തയ്യാറായിട്ടില്ല. എന്നാൽ നാറ്റോ ഉച്ചകോടിക്ക് ശേഷം മടങ്ങുന്നതിനിടെ ട്രംപ് മാധ്യമപ്രവർത്തകരോട് നടത്തിയ പ്രതികരണമാണ് ഉദ്യോഗസ്ഥർ വീണ്ടും ചൂണ്ടിക്കാട്ടുന്നത്. തനിക്കെതിരെ ഇറാൻ നേരത്തെയും വധശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് സുരക്ഷാ ചുമതലയിലുള്ള സീക്രട്ട് സർവീസ് ഈ ഭീഷണികളെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.